കൊല്ലവർഷം 986 ആണ്ട്, അതായത് ഇന്നേക്ക് 214 വർഷം മുൻപ് ബാലരാമവർമ്മ മഹാരാജാവ് നാടു നീങ്ങിയപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൽ രാജാവാകാൻ യോഗ്യരായ തമ്പുരാക്കന്മാരില്ലാതെയായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനുവാദപ്രകാരം രാജവംശത്തിൽ മുതിർന്ന സ്ത്രീയായ ലക്ഷ്മി മഹാരാജ്ഞിയായിരുന്നു ആ കാലത്ത് രാജ്യഭരണം ചെയ്തിരുന്നത്. അങ്ങനെയിരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. രാജകുടുംബങ്ങളിൽ പുരുഷ സന്താനമില്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓരോ പ്രതിനിധികളെ നിയമിച്ച് രാജ്യഭരണം നടത്തുമെന്നും പുരുഷന്മാരുണ്ടായി പ്രായപൂർത്തിയാകുമ്പോൾ ഭരണാധികാരം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്നായിരുന്നു ആ നിയമം. ഈ വിവരം ബ്രിട്ടീഷ് ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ദിവാഞ്ചിമാരുടെ പേർക്ക് എഴുതിയയച്ച് അറിയിക്കുകയും രാജകുടുംബത്തിൽ പുരുഷ സന്താനമുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അക്കാലത്ത് തിരുവിതാംകൂറിൽ ദിവാഞ്ചിയായിരുന്നത് ബ്രിട്ടീഷ് റെസിഡന്റ് കൂടിയായിരുന്ന മിസ്റ്റർ മൺറോ സാഹിബായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതി ചോദിച്ചതിന് തൽക്കാലം മറുപടിയൊന്നും അയച്ചില്ല. അന്ന് ലക്ഷ്മി മഹാരാജ്ഞി ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞുണ്ടാകുന്നത് പുരുഷ സന്താനമോ സ്ത്രീ സന്താനമോ എന്നറിഞ്ഞിട്ട് മറുപടി അയക്കാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം സ്വല്പം ഒന്ന് മാന്തിച്ചത്. ആ അമാന്തം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒട്ടും രസിച്ചില്ല. അതിനാൽ ഗവൺമെന്റിൽ നിന്ന് തിരുവിതാംകൂർ ദിവാന്റെ പേർക്ക് വീണ്ടും എഴുതി അയച്ചു. ആ എഴുത്തിൽ കുറിച്ചിരുന്നത് ഏറ്റവും ഊർജിതത്തോടും കണിശമായും എഴുത്ത് കിട്ടുന്ന ദിവസം തന്നെ മറുപടി അയക്കണം എന്നായിരുന്നു. ആ എഴുത്ത് കിട്ടിയപ്പോൾ സായിപ്പിന് പരിഭ്രമമായി. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനും ഗവൺമെന്റിന്റെ ശമ്പളക്കാരനുമായിരുന്നു. മഹാരാജ്ഞിക്കപ്പോൾ ഗർഭം 10 മാസമായിരുന്നു. 2-4 ദിവസം കൂടി കഴിഞ്ഞാൽ അവതരിക്കുന്ന പ്രജ പുരുഷനോ സ്ത്രീയോ എന്നറിഞ്ഞിട്ട് മറുപടി അയക്കാമെന്ന് സായിപ്പിന് തോന്നി. എങ്കിലും അതിന് നിവൃത്തിയില്ലാതെ വന്നതിനാൽ അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് പുറത്തു ചെന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് തൊഴുതുകൊണ്ട്, "അല്ലയോ പത്മനാഭ, നീ ഇവിടെ കിടക്കുന്നുണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഈ മഹാരാജവംശത്തെ രക്ഷിക്കാനുള്ള ചുമതല നിനക്കാണല്ലോ. ഈ രാജ്യം നിന്റെ വകയുമാണല്ലോ. ഇതിന്റെ ഭരണം അന്യന്മാരുടെ കൈവശമായാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ അത്ര എളുപ്പം സാധിക്കില്ല. അതിനാൽ ഇതാ ഞാൻ ഈ മഹാരാജവംശത്തിൽ പുരുഷ സന്താനമുണ്ടെന്ന് തന്നെ മറുപടി അയക്കാൻ പോകുന്നു. എൻ്റെ മറുപടി വ്യാജമാണെന്ന് വന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നെ വെറുതെ വിട്ടേക്കുകയില്ല. അവരെന്നെ കഠിനമായി ശിക്ഷിക്കും. ആ അപമാനം സഹിച്ചുകൊണ്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതിനാൽ ഞാൻ എഴുതി അയക്കുന്നത് തെറ്റിപ്പോകുന്ന പക്ഷം നിന്റെ ബിംബവും ക്ഷേത്രവും എല്ലാം നശിപ്പിച്ച് നീ കിടക്കുന്ന സ്ഥലത്തൊരു കുളം കുത്തി കുളിച്ചിട്ടല്ലാതെ ഞാനിവിടെ നിന്ന് പോകുകയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ കരുതിക്കൊള്ളണം. പത്മനാഭ, മൺറോ ഒന്ന് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ ചെയ്യുമെന്ന് നല്ലപോലെ അറിയാമല്ലോ" എന്ന് പറഞ്ഞിട്ട് സായിപ്പ് അവിടെ നിന്ന് പോകുകയും തിരുവിതാംകൂർ രാജവംശത്തിൽ പുരുഷ സന്താനമുണ്ടെന്ന് തന്നെ ഉടനെ എഴുതി അയക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മഹാരാജ്ഞിയിൽ നിന്ന് ഒരു രാജകുമാരൻ അവതാരം ചെയ്തു. ആ രാജകുമാരനാണ് ഗർഭശ്രീമാനെന്നും സംഗീത സാഹിത്യ സാഗരപാരംഗതനെന്നും പരാക്രമനിധിയെന്നും ധീരോദാത്തനെന്നും മറ്റും വിശ്വവിസ്തൃതനായി തീർന്ന സാക്ഷാൽ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ്. ഈ സംഗതി കഴിഞ്ഞപ്പോൾ ശ്രീ പത്മനാഭസ്വാമിയെക്കുറിച്ചുള്ള വിശ്വാസവും ഭക്തിയും മൺറോ സാഹിബിനുള്ളതുപോലെ മുമ്പുണ്ടായിരുന്ന ഹിന്ദു ദിവാഞ്ചിമാർക്ക് പോലും ഇല്ലായിരുന്നു എന്ന് ജനങ്ങൾ പരക്കെ പറഞ്ഞു തുടങ്ങുകയും അത് മഹാരാജ്ഞി വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ആ കാലത്ത് ദേവസ്വങ്ങളിലെല്ലാം പതിവ് കണക്കുകൾ ഉണ്ടാക്കുന്നതിന് മൺറോ സാഹിബിനെ പ്രത്യേകം കൽപ്പിച്ചു ചുമതലപ്പെടുത്തി. കുറച്ചുനാൾ മുൻപ് ദേവസ്വം പതിവുകൾ പരിഷ്കരിക്കുന്നതുവരെ തിരുവിതാംകൂറിലെ സർക്കാർ ദേവസ്വങ്ങളിലെല്ലാം സകല കാര്യങ്ങളും മൺറോ സാഹിബ് നിശ്ചയിച്ച പതിവനുസരിച്ചാണ് നടന്നു വന്നിരുന്നത്. പരിഷ്കരിക്കപ്പെടാത്ത ചില ദേവസ്വങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി.